നമസ്കാരം. നമുക്കിന്ന് ത്വക്ക് രോഗങ്ങളും അതിൽ ആയുർവേദ രീതിയിൽ എങ്ങനെയൊക്കെയാണ് പരിഹാരങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം. നമുക്കറിയാം, നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത് അന്തരീക്ഷവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള, ഏറ്റവും അധികം ബന്ധമുള്ള ശരീരാവയവമാണ്. ഏറ്റവും വലിയ ശരീരാവയവമാണ് ത്വക്ക്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്ന വ്യതിയാനങ്ങളൊക്കെ തന്നെ ഏറ്റവും ആദ്യം ബാധിക്കുന്നതും ത്വക്കിനെയാണ്. ത്വക്ക് രോഗങ്ങൾ രണ്ട് തരത്തിൽ വരാം. ത്വക്കിനെ മാത്രം ആശ്രയിച്ച് വരുന്ന രോഗങ്ങളും, പിന്നീടുള്ളത് നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളിൽ വരുന്ന രോഗങ്ങളുടെ ലക്ഷണങ്ങൾ തൊലിപ്പുറത്ത് പ്രകടമാകുന്നതും. പലപ്പോഴും പല പനികളിലും തൊലിപ്പുറത്ത് ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിൽ, അതായത് ത്വക്കിന് മാത്രമായി വരുന്ന രോഗങ്ങളും മറ്റു രോഗങ്ങളുടെ ലക്ഷണമായിട്ടും ത്വക്ക് രോഗങ്ങൾ കാണാറുണ്ട്. പ്രധാനമായിട്ടും കാണപ്പെടുന്ന ത്വക്ക് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് സാധാരണ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നത് കൊണ്ടും അന്തരീക്ഷത്തിലെ ഈർപ്പനില കൂടുന്നത് കൊണ്ടുള്ള രോഗാണുബാധ, വൈറൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ പൂപ്പൽ ബാധ, ഇവയൊക്കെയാണ്. സാധാരണ ത്വക്ക് രോഗങ്ങൾ വരാൻ സാധ്യത ഉള്ള ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. അതായത് പ്രമേഹ രോഗമുള്ളവർ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളുള്ളവർ, തൈറോയിഡ് ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ ത്വക്കിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ത്വക്ക് രോഗങ്ങൾ ആയുർവേദം സാധാരണ രണ്ട് തരത്തിലാണ് കാണുന്നത്. അതായത് നമുക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കുകയും പുറമേയുള്ള ലേപനങ്ങൾ കൊണ്ടും. പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാ തരം ത്വക്ക് രോഗങ്ങൾക്കും പുറമേ എണ്ണ തേക്കുന്നത് രോഗം കുറയുന്നതിന് സഹായിക്കുമെന്ന്. ശ്രദ്ധിക്കുക, ത്വക്ക് രോഗങ്ങളിൽ ഇപ്പോൾ ഒരു അണുബാധയാണെങ്കിൽ തുടക്കത്തിൽ ചെറിയ കുരുക്കൾ, ചൊറിച്ചിൽ, നിറവ്യത്യാസമൊക്കെ കാണുകയുള്ളൂ. അണുബാധ കൂടുന്ന സമയത്ത് അത് പഴുത്ത് പൊട്ടി ഒലിക്കുന്ന രൂപത്തിൽ ത്വക്ക് രോഗങ്ങൾ കാണപ്പെടാറുണ്ട്. എക്സിമ പോലുള്ള കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ അതിൽ എണ്ണ ഉപയോഗിക്കുന്നതും പുറമേ തീർച്ചയായും രോഗവർദ്ധനവിനാണ് കാരണമാകുന്നത്. അത്തരം അവസ്ഥയിൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി ഉള്ളിൽ മരുന്ന് കഴിച്ചിട്ട് അണുബാധ കുറയ്ക്കുന്നതിനുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. പിന്നീട് പ്രധാനമായും ചെയ്യാനുള്ളത് ഇത്തരം പഴുപ്പും നീർവീക്കവും ചുമപ്പ് നിറവും മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷാളനം എന്ന് പറയുന്ന ചികിത്സയാണ്. അതായത് ഔഷധയുക്തമായ ജലം, ഏത് ഔഷധമാണോ ആ രോഗത്തിന് വേണ്ടത്, ആ ഔഷധത്തിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് വെള്ളത്തിൽ ലയിപ്പിച്ച് കഷായ രൂപത്തിലാക്കി നേർപ്പിച്ച് കഴുകുകയാണ് വേണ്ടത്. പല പ്രാവശ്യം കഴുകി ആ ഭാഗത്തുള്ള പഴുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് പുറമെയുള്ള ലേപനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും എണ്ണ തേക്കുന്നത് പൊട്ടിയൊലിക്കുന്ന ത്വക്ക് രോഗങ്ങളിൽ നിഷിദ്ധമാണ്. ഇത് രോഗവർദ്ധനവിന് കാരണമാകുന്നു. ഇങ്ങനെ ക്ഷാളനം കൃത്യമായി ചെയ്തതിന് ശേഷം എക്സിമ പോലുള്ള വ്രണങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗബാധ, വെരിക്കോസ് അൾസർ പോലുള്ള വ്രണങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത്തരം രീതിയിൽ കഴുകി വൃത്തിയാക്കി കൃത്യമായ കാലയളവിൽ അത് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം. അതായത് നശിച്ചു പോയ ത്വക്കോശങ്ങളിൽ വന്ന ഡാമേജ് മാറ്റുന്നതിനും പുതിയ കോശങ്ങൾ വരുന്നതിനും രോഗാണുബാധ കുറയുന്നതും തരത്തിലുള്ള ഔഷധങ്ങളിൽ ഉള്ളിലേക്ക് ഉപയോഗിക്കുക. പുറമേ ലേപനങ്ങൾ പുരട്ടേണ്ടത് അത് പൊട്ടി ഒലിച്ച് നീർവാർപ്പ് കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് നമ്മൾ നെയ്യിൽ ഔഷധങ്ങൾ ലയിപ്പിച്ചുള്ള പുറമേയുള്ള ലേപനങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ആയുർവേദത്തിൽ ത്വക്ക് രോഗങ്ങളിൽ സസ്യ ഔഷധങ്ങൾക്കും രസൌഷധങ്ങൾക്കും, മിനറൽസ് ഉള്ള ഔഷധങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ത്വക്ക് രോഗങ്ങളുടെ നിയന്ത്രണത്തിന് ഔഷധത്തിനോടൊപ്പം തന്നെ ആഹാര നിയന്ത്രണത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക. മുട്ട അധികം കഴിക്കുന്നവരാണെങ്കിൽ ഓരോ രോഗാവസ്ഥ, ചില ത്വക്ക് രോഗങ്ങളിൽ പ്രോട്ടീൻ അധികം കഴിക്കുന്നത് ചില സമയങ്ങളിൽ, അതായത് രോഗത്തിൻ്റെ ചില അവസ്ഥകളിൽ രോഗം വർദ്ധിക്കാൻ കാരണമാകും. പക്ഷേ ഹീല് ചെയ്ത് പുതിയ കോശങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ദഹന വ്യവസ്ഥ കൃത്യമായിരുന്നാലും മാത്രമേ ത്വക്ക് രോഗങ്ങളിൽ കൊടുക്കുന്ന ഔഷധങ്ങളും ഫലപ്രദമാവുകയുള്ളൂ. ത്വക്ക് രോഗങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിനെ കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. പലരുടെയും ഒരു വിശ്വാസം ആയുർവേദത്തിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്, മത്സ്യം, മാംസമൊക്കെ ത്വക്ക് രോഗങ്ങളിൽ നിഷിദ്ധമാണെന്നാണ്. ചില അവസ്ഥകളിൽ മാത്രമാണ് ഇത്തരം മാംസ്യ ആഹാരങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു നിയന്ത്രണം വയ്ക്കുന്നത്. ഹീലിംഗ് സ്റ്റേജ് എത്തുമ്പോൾ, അതായത് പുതിയ കോശങ്ങൾ വരികേണ്ട സമയത്ത്, ത്വക്കിൻ്റെ ഡാമേജ് മാറ്റി പഴുത്തൊലിക്കുന്ന സമയമാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പുതിയ കോശങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായും മാംസ്യാഹാരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. പലതരം ത്വക്ക് രോഗങ്ങൾ, അതായത് അണുബാധ കൊണ്ടുണ്ടാവാതെ ദീർഘകാലം നിലനിൽക്കുന്ന ത്വക്ക് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ത്വക്കോശങ്ങളിലെ ത്വക്കിൻ്റെ ഉള്ളിലേക്കുള്ള ലെയേഴ്സിനെയൊക്കെ ബാധിച്ചിട്ടുള്ള ത്വക്ക് രോഗങ്ങളാണെങ്കിൽ രസായന ചികിത്സയ്ക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയിൽ പഞ്ചകർമ്മ ചികിത്സയിൽ വമനം അഥവാ ഛർദ്ദിപ്പിക്കൽ എന്നുള്ള ചികിത്സയാണ്
സാധാരണ ചെയ്യുന്നത് ജനറലി. പക്ഷേ അത് രോഗാവസ്ഥ അനുസരിച്ച് വമനമാണോ, ഔഷധം ഉപയോഗിച്ച് വയറിളക്കുന്ന വിരേചനം എന്ന ചികിത്സയാണോ വേണ്ടതെന്ന് കൃത്യമായി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. രക്തശുദ്ധി വരുത്തുന്ന രക്തമോക്ഷം, അതായത് ജളൂക, അതായത് അട്ടയിട്ടിട്ട് രക്തം കളയൽ, അതുപോലെ തന്നെ രക്തം കുത്തിക്കളയൽ എന്നുള്ള ചികിത്സാക്രമങ്ങളും രക്തമോക്ഷം എന്ന ചികിത്സയ്ക്കും ത്വക്ക് രോഗങ്ങളുടെ ചികിത്സയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കൃത്യസമയത്ത് ഡയഗ്നോസ് ചെയ്യുക, കാരണം മനസ്സിലാക്കി ചികിത്സിക്കുക, രോഗകാരകങ്ങൾ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് വരുന്ന ത്വക്ക് രോഗങ്ങൾക്ക് നമുക്ക് തീർച്ചയായും ശമനം വരുന്നതാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.